കൂടുതൽ ഈ ലോകത്ത് പറ്റിക്കപ്പെടുന്നത് ആരാണെന്നറിയാം. അത്തരത്തിലുള്ളത് ആര് എന്ന് എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് SC STകളാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. എന്താണെന്ന് വെച്ചാൽ, കാരണം അവർക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ്. ഒരാൾ എന്ത് പറയുന്നു, അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് മര്യാദയ്ക്കുള്ള ബുദ്ധിയല്ല, അസാമാന്യ ബുദ്ധി വൈഭവങ്ങളാണ് അവർ കാണിക്കുന്നത്. ഒരു ചിന്താശേഷിയില്ലാത്ത കുറച്ച് ആൾക്കാർക്കാണ്, അതിൽ എല്ലാ SC STക്കാരും അല്ല, ചിന്താശേഷി ഇല്ലാത്തത്. ആ ചിന്താശേഷി ഇല്ലാത്തതെന്ന് പറയുന്നത് അനാവശ്യമായി ചിന്തിക്കുന്നതിനെയാണ് ചിന്താശേഷി ഇല്ലാത്തതെന്ന് പറയുന്നത്. അതായത് ആവശ്യമുള്ളത് മാത്രമല്ല അവർ ചിന്തിക്കുന്നത്, അനാവശ്യമായിട്ട് ചിന്തിക്കുന്നതാണ് ചിന്താശേഷി ഇല്ലാത്ത ഞാൻ ഉപമിക്കുന്നത്. ആവശ്യമുള്ളത് എന്ന് പറയുന്നത് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അങ്ങനത്തുള്ള വ്യക്തികൾ പറ്റിക്കപ്പെടുന്നില്ല. അതായത് അവരവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലും പറ്റിക്കപ്പെടുന്നുമില്ല. അവർ എന്നും മുന്നിക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവർ അങ്ങനെയല്ല. അനാവശ്യമായി ചിന്തിച്ച് അടിത്തട്ടിലേക്ക് ഇവർ വീണ്ടും വീണ്ടും അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മക്കളായാലും. അതുകൊണ്ട് ഇത്തരക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. ഇന്ന് പലതരം തട്ടിപ്പുകളാണ് ലോകത്ത് നടക്കുന്നത്. ഓൺലൈനായാലും ചാറ്റ് വഴിയായാലും. ഇപ്പം ഓൺലൈൻ തട്ടിപ്പ് വിട്ടു, ചാറ്റ് വഴിയുള്ള തട്ടിപ്പ് വിട്ടു, ലിങ്ക് വഴിയുള്ള തട്ടിപ്പുകൾ വിട്ടു. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് വഴിയായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ട് നടക്കുന്നത്. ഈ മണിയമ്പാറ കോട്ടായി ഭാഗങ്ങളിൽ കൂടുതലും ഇത്തരം SC STകൾ കൂടുതലുണ്ട്. കാരണം അവർക്ക് ദുരിതങ്ങൾ ജീവിതത്തിൽ ഒഴിയുന്നില്ല. കാരണം ഈ SC STകൾ പറയുന്നത് അവർക്ക് ഏത് സമയം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നടക്കുന്ന വ്യക്തികളാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അത് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. അത് വരും തലമുറകളായാൽ പോലും. കാരണം അവർക്ക് ഉന്മൂലനം ചെയ്യണമെന്നില്ല. കാരണം ഇവർക്ക് ഇത് ഏതോ ഒരു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സിദ്ധിച്ച് കിട്ടിയതാണ്, വരം എന്ന പോലെയാണ് ഇവർ ഇത് ഇന്നും ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇവർ ഒരുപാട് തട്ടിപ്പിന് ഇരയാണ്. പല ആൾക്കാർ പല രീതിയിൽ പല വേഷങ്ങളിൽ വന്ന് ഇവരെ പറ്റിക്കപ്പെടും. മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ തട്ടിപ്പ് നടന്നത് നോക്കൂ. നിങ്ങൾ ഒരു വ്യക്തി ഈ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടല്ല നിങ്ങൾ കൊടുക്കുന്നത്. അത് അടുത്ത ആളുടെ കയ്യിൽ നിന്നോ പല ആൾക്കാരുടെ കയ്യിൽ നിന്നോ കടം വാങ്ങിയിട്ടാണ് നിങ്ങളത് കൊടുക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ 60,000 കയ്യിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ആ പൈസയും പോയി ആ കടം വാങ്ങിയ ആൾക്കാരുടെ അടുത്ത് ഇനി അവരെ കാണുമ്പോൾ നിങ്ങൾ പേടിച്ച് ഒളിഞ്ഞു നടക്കേണ്ട സ്ഥിതിയിലാണ് എത്തുന്നത്. നിസ്സാര പൈസയുള്ളൂ, ഒരു 1500 രൂപയുടെ ഉള്ളിലേ ഉള്ളൂ. എന്നിരുന്നാലും ആ പറഞ്ഞ സമയത്തിന് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തിന് ഈ അതിമോഹത്തിൻ്റെ ഇല്ലാത്ത മോഹത്തിൻ്റെ പിന്നാലെ പോകുന്നു? നിങ്ങൾ ഇനിയും ഇതൊന്നും രക്ഷപ്പെടാനായില്ലേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ? സാക്ഷരത കേരളം എല്ലാം കൊണ്ടും പുരോഗമിച്ചു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഈ SC STകൾ പുരോഗമിക്കുന്നില്ല? സാക്ഷരത കേരളം പുരോഗമിക്കുന്നുണ്ട്. അത് പുരോഗമിക്കുന്ന ആൾക്കാരുടെ കൈകളിലാണ് എത്തുന്നത്. ഈ SC STകളുടെ കൈകളിൽ എത്താനുള്ള പുരോഗമനം ഇനിയും കേരളത്തിൽ വന്നിട്ടില്ല. ഒരു ഇടിപൊട്ടിയാൽ
പൂണ് മുളയ്ക്കുന്നത് പോലെ പല സംഘടനകളും ഇന്ന് SC/ST-കൾക്കുണ്ട്. 100 SC/ST ഉണ്ടെങ്കിൽ 100 ആൾക്ക് ഓരോ സംഘടനയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് കേരളത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സംഘടന വേണമെന്നൊന്നുമില്ല. കുറച്ച് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസവും സാമാന്യം പൊതുസമൂഹത്തിൽ ഇടപഴകാൻ പറ്റുന്നൊരു അറിവും ഉണ്ടെങ്കിൽ ഇന്ന് ആ വ്യക്തിക്ക് എവിടെ പോയിട്ടും ജീവിക്കാം. പിന്നെ സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ, അധ്വാനിക്കുമെന്ന് പറയുന്ന ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അധ്വാനം ഏത് രീതിയിലും ചെയ്യാം. ശാരീരികമായിട്ടാണെങ്കിലും കായികമായിട്ടാണെങ്കിലും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാർ പൈസ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. പൈസ ഉണ്ടാക്കാൻ ബുദ്ധി വേണം. ഈ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജനങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് പഠിപ്പിക്കലാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജീവിക്കാൻ നമുക്ക് അവിടെ ബഹുമാന സൂചകമായിട്ടുള്ള അറിവുകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ ജീവിക്കുന്നത് സമൂഹത്തിൽ ഇടപഴകിയാൽ തന്നെ ജീവിക്കാൻ കഴിയുള്ളൂ. അത് പല രീതിയിലുള്ള ആൾക്കാരായിട്ട് ഇടപഴകണം സമൂഹത്തിൽ. എന്നാലാണ് നമുക്ക് എന്താണ് സമൂഹം എന്നുള്ളത് നമുക്ക് അറിയുന്നത്. അതിന് വായനാശേഷി ഉണ്ടാക്കണം. വായനാശേഷി ഉണ്ടാക്കുക, ചിന്താശക്തി ഉണ്ടാക്കുക. ഇതെല്ലാം ചെയ്താൽ തന്നെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അറിയുള്ളൂ. പിന്നെ എന്നാൽ ഈ ബന്ധമില്ലാത്ത ആൾക്കാർ ജീവിക്കുന്നുണ്ട്. കാരണം രാവിലെ എണീച്ചാൽ പണിക്ക് പോകണം, വൈകുന്നേരം വീട്ടിലേക്ക് വരണം. അവർക്ക് സമൂഹത്തിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനോ നേരിടാനോ കഴിയുകയില്ല. നമ്മൾ റിസ്ക് എടുക്കണം ജീവിതത്തിൽ. റിസ്ക് എന്ന് പറഞ്ഞാൽ ലോ റിസ്ക് അല്ല, ഹൈ റിസ്ക് എടുക്കണം. ഹൈ റിസ്ക് എടുത്ത് ജീവിച്ചാലാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾക്ക് നേരിടാൻ കഴിയുകയുള്ളൂ. ലോ റിസ്ക് എടുത്ത് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയുമൊന്നുമില്ല. കാരണം ആ ലോ റിസ്ക് എടുക്കുന്ന വ്യക്തി പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് വെളിയിൽ വന്നാൽ വലിയ ലോകാത്ഭുതമാണ്. കാരണം അപ്പോഴാണ് അയാൾ കിണറിൻ്റെ പുറത്ത് ഇങ്ങനെയെല്ലാം ചില സംഭവങ്ങളെല്ലാം വെളിച്ചം വീശുന്നുണ്ട് എന്നുള്ളതാണ്. അതുവരെ ആ തവള കിണറ്റിനുള്ളിൽ കിടന്ന് ഇരുട്ട് മാത്രമേ തവളയുടെ തലച്ചോറ് ഇരുട്ട് മാത്രമേ ചിന്തയുള്ളൂ. കാരണം ഇതാണ് എൻ്റെ ലോകം എന്നുള്ളത്. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യന്മാരാണ് പെട്ടെന്ന് പറ്റിക്കപ്പെടുന്നത്. അവർ ആര് എന്ത് പറഞ്ഞാലും അവർ അത് കണ്ണടച്ച് വിശ്വസിക്കും. കാരണം ഇവരെ പറ്റിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വരുന്ന വ്യക്തികൾ. കാരണം ഈ പറ്റിക്കാൻ വരുന്ന വ്യക്തികൾക്കറിയാം ഓരോ ഏരിയകളുണ്ട്. കാരണം അവർക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് അവർക്ക് നന്നായിട്ടാണ്. അപ്പം ഇവരുടെ അടുത്ത് വലുത്ത് കൊടുത്തിട്ട് വലിയൊരു വാഗ്ദാനം കൊടുക്കുക. 60,000 പറയുമ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ 60,000 എന്ന് കേൾക്കുമ്പോൾ തന്നെ വായു പൊളിക്കണം. അതിന് ഇവർ കൊടുക്കുന്നത് ചെറിയൊരു സംഖ്യയാണ്. ഈ ചെറിയ സംഖ്യ ഈ 100 ആളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഈ പറ്റിക്കാൻ വരുന്ന വ്യക്തിയുടെ കയ്യിൽ വലിയൊരു സംഖ്യയായി. അങ്ങനെ അതുകൊണ്ട് കൊടുക്കും. കാരണം ഇവർ ഒരു പോലീസ് സ്റ്റേഷനിലോ വേറൊരു ഭാഗത്തോ എവിടെയും കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്നുള്ളതും വിടുന്ന മട്ടാണ് എന്നുള്ളത് ഈ പറ്റിക്കാൻ വരുന്ന വ്യക്തികൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവർക്കെല്ലാം നിസ്സാരമായിട്ടാണ് ഇവർ കാണുള്ളൂ. എല്ലാം എനിക്കറിയും, കാത്താനും കഴിയില്ല.
കാരണം നമ്മളെ നാണം കെടുള്ളൂ. അപ്പൊ അനുഭവം കൊണ്ട് അവര് ഓരോ കുഴികളിൽ ചെന്ന് ചാടും, പറ്റിക്കപ്പെടും. അപ്പൊ ഈ വരുന്ന വ്യക്തികൾ അതെല്ലാം മനസ്സിലാക്കി ഈ പറ്റിക്കേണ്ട ആളെ ഒന്ന് കുറിച്ച് നന്നായി പഠിച്ചറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. ഒരു വീടിന്റെ എല്ലാ സ്ഥിതികളും വശങ്ങളും വഴികളും രക്ഷപ്പെടേണ്ട വഴിയാണ് ആദ്യം അവൻ കണ്ടുവെക്കുന്നത്. അതെല്ലാം നന്നായി പഠിച്ചിട്ടാണ് ഒരു കള്ളൻ കക്കാൻ ഒരു വീട്ടിൽ കയറുകയുള്ളൂ. അതേപോലെയാണ് ഈ SC ST താമസിക്കുന്ന കൂട്ടത്തോടുകൂടി താമസിക്കുന്ന ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കൽ പ്രസ്ഥാനങ്ങൾ അരങ്ങേറുന്നത്. കുറിച്ച് നന്നായി പഠിച്ചറിഞ്ഞതിന് ശേഷമേ അവിടെ ഒരു വ്യക്തി കാല് കുത്തുകയുള്ളൂ. റിസർവ് ബാങ്ക് നിരന്തരം ഇത്തരം വ്യാജ പ്രചരണത്തിനെതിരെ പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്, ടെലിവിഷൻ ചാനലുകൾ. എന്നിട്ടും നിങ്ങൾ ഇത്തരത്തിൽ വ്യാജ പ്രചരണത്തിൽ പെടുന്നത് വളരെ ശോചനീയ അവസ്ഥയാണ്. ഇത് ചില ജനങ്ങൾക്ക് ഉള്ള രോഗമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പൈസ എന്ന് കേൾക്കുമ്പോൾ ഓടി വീഴുകയും കയ്യിലുള്ളതിനെ പണയം വെച്ചിട്ടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും അവരുടെ കാലിൽ കീഴിൽ കൊണ്ടുവച്ച് അവർക്ക് സമ്പാദിക്കാൻ വേണ്ടി വളവൊരുക്കി കൊടുക്കുന്നത് നിങ്ങളുടേതായ ഒരു രോഗാവസ്ഥയാണ്. ഈ രോഗത്തിന് ലോകത്തിൽ മരുന്നില്ല. ഇനി എന്തെങ്കിലും പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതായ ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ തന്നെ ഇത്തരം തട്ടിപ്പുകളും നിങ്ങൾ ദിവസം കേൾക്കുന്നില്ലേ, പല ഭാഗങ്ങളും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്കൊന്നും അതിന് നിങ്ങൾ സ്വയം ചിന്തിച്ച് മാറുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിവിധി എന്നുള്ളത്. ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ